ഹായ്. രാവിലെ ഒരു സൂപ്പർ സൺറൈസ് കണ്ടാണ് കഴിച്ചത്. ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ന് പോകാൻ പോണത് 2 മൊണാസ്ട്രിയിലാണ്. ഇവിടെ ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ട് രണ്ടെണ്ണമാണ് ഡാലി മൊണാസ്ട്രിയും മൊണാസ്ട്രിയും. അവിടെ രണ്ടിടത്ത് പോകാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതുപോലെ ഷെയർ ടാക്സിയിൽ തന്നെ. അങ്ങനെ ഡാലി മൊണാസ്ട്രി ഇപ്പോൾ ഒന്ന് ഇറങ്ങി. അതാണ് ഒരു സൂപ്പർ മൊണാസ്ട്രി. നല്ല ആ ഒരു ടിബറ്റൻ ടച്ചിലുള്ള ഒരു മൊണാസ്ട്രി ആയിരുന്നു. അവിടെ നേരെ കയറിപ്പോയി. ആളും അനക്കമൊന്നുമില്ല. നേരെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ ടിക്കറ്റ് വാങ്ങിച്ച് എന്നിട്ട് നേരെ പോയത് അവിടെ മ്യൂസിയം ഉണ്ടായിരുന്നു, അങ്ങോട്ടാണ്. ഒരു കഫ്റ്റേരിയയും മ്യൂസിയവും അടുത്തടുത്താണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. എന്നാൽ ഫോട്ടോഗ്രാഫി അവിടെ എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അധികം ഒന്നും പകർത്താനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അകത്ത് പോയി കണ്ട കാര്യം പറയുകയാണെങ്കിൽ ടിബറ്റൻ അവരെ കൾച്ചറിലുള്ള ഓരോ ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റ്സും അവരെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളും അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് അവിടെ. അതുകൊണ്ട് തന്നെ എല്ലാം പലതും വില കൂടിയ വസ്തുക്കളായിരിക്കും. അതുകൊണ്ടായിരിക്കും അകത്ത് ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരുപാട് കാണാനൊന്നും പറ്റിയില്ല. പിന്നെ നേരെ അവിടെ ടെമ്പിളിൽ തന്നെ കയറി. ജെയിൻ ടെമ്പിളാണത്. കയറി അവിടെയും ഫോട്ടോഗ്രാഫി ഇല്ല. പക്ഷേ ജെയിൻ ടെമ്പിൾ വേറെ ലെവൽ ടെമ്പിളായിരുന്നു. കാണണം. ആ ബുദ്ധൻ്റെ ആ ഒരു ശില്പവും സൂപ്പറായിരുന്നു കാണാൻ. അത് പറയാൻ പറ്റില്ല. കാണണം, കണ്ടാലേ മനസ്സിലാവും. വേറെ ലെവലായിരുന്നു. അകത്തിരിക്കുന്ന അവരൊന്നും അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കില്ല. ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവിടെ വേണ്ടെന്ന് കയറാൻ പറ്റില്ലെന്ന് പറയും. ഈ സംഭവമാണ് ജെയിൻ ടെമ്പിൾ. സൂപ്പറായിരുന്നു. അങ്ങനെ നിരാശനായിട്ട് അടുത്ത മൊണാസ്ട്രിയിലായിട്ട് പോയി. മൊണാസ്ട്രി. അതിന് നല്ല വിശപ്പ്. അങ്ങനെ അടുത്തുള്ള കടയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് അങ്ങ് മൊണാസ്ട്രിയിലോട്ട് കയറി. കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതുവഴിയാണ് അന്ന് ഞാൻ ടോയ് ട്രെയിനിൽ വന്നത്. ഇത് സൂപ്പർ മൊണാസ്ട്രി ആയിരുന്നു. നമുക്ക് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കാനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. നല്ല പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു. പൊളിയായിരുന്നു. ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഷൂസൊക്കെ ഊരിയിട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ സോനിയർ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ടിബറ്റൻ സ്റ്റൈലിലുള്ള ഒരു മൊണാസ്ട്രിയാണ്. ഇവിടെ ഉള്ള എല്ലാം മിക്കതും ടിബറ്റൻ സ്റ്റൈലുള്ളതും നേപ്പാൾ സ്റ്റൈലിലുള്ളതും പിന്നെ ജപ്പാനീസ് സ്റ്റൈലിലുള്ളതും അങ്ങനെ ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്. അതിലൊന്നാണിത്. ഇതിൻ്റെ അത് നമുക്ക് കയറി എല്ലാം ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സാധനങ്ങളൊന്നും തൊടാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഇതിൽ ബുദ്ധൻ്റെ ജീവചരിത്രം അതൊക്കെ ഇവിടെ പെയിൻറ്റിങ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. ഏഴാറിവിലെ പാട്ടൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ അത് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു കറക്കം ഫുൾ കറങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് ആളുകളെ സംഭവം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും നമുക്ക് പേരൊന്നും അറിയത്തില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുക. ആ കൂടി അറിയാനുള്ള ബുദ്ധനെ മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രാഗൻ്റെ ശില്പങ്ങൾ, പലതരത്തിലുള്ള വ്യാളിയുടെ ശില്പങ്ങൾ, അതൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി മൈന്യൂട്ടായിട്ട് നോക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. നല്ല പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ആളും ബഹളവും സംസാരമൊന്നുമില്ല. ആ കൂടി ട്രെയിൻ പോയ സൗണ്ട് മാത്രം ഞാൻ കേട്ട്, അല്ലാതെ വേറെ ഒന്നും അവിടെ കേട്ടില്ല. പിന്നെ അവിടെ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. നല്ല റേറ്റൊക്കെ ഉണ്ട് എല്ലാത്തിനും. അതൊക്കെ റേറ്റ് ചോദിച്ചിട്ടൊക്കെ വേണം വാങ്ങിക്കാൻ. പക്ഷെ നല്ല സാധനമാണ്, കൊള്ളാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ആൾ വന്നത്. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഈ സംഭവം എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു, ഈ കറക്കണമെന്നുള്ളത്. അതും ജസ്റ്റ് ഒന്ന് കറക്കി നോക്കി. ഇത് വെയിറ്റൊക്കെ ഉണ്ട്, കറക്കാത്തിരി പാടാണ്. പക്ഷെ കൊള്ളാം. ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഒരു ബെല്ലുണ്ട്. ആ ബെല്ലിങ്ങനെ അടിക്കും, കിണിങ്ങിന്ന് അടിക്കും. സൂപ്പറാണ്.
അവിടെ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, റിനോവേഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ സംഭവമെല്ലാം കണ്ടിട്ട് പതുക്കെ പതുക്കെ ഇറങ്ങി. വരുന്ന വീഡിയോകളെല്ലാവരും കാണണം. ഞാൻ ആദ്യം തൊട്ടേ വീഡിയോസ് കാണണം. എപ്പിസോഡ് 1 തൊട്ടേ ഉണ്ട്. ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും വീഡിയോസ് കാണണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഒരുപാട് വ്ളോഗ് ചെയ്ത് പരിചയമുള്ള ആളൊന്നുമല്ല ഞാൻ. ഇതെൻ്റെ 2ാമത്തെ വ്ളോഗാണ്. ആദ്യത്തെ കാശ്മീർ വ്ളോഗാണ്. അത് നിങ്ങൾ കാണേണ്ടതാണ്. 2024 പോയതാണ് ഞാൻ. നിങ്ങൾ കാണേണ്ടതാണ്. അപ്പം അതും കയറി ചെക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.